സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങളൊക്കെ കണ്ടപ്പം പറയാൻ തോന്നിയത് കൊണ്ടങ്ങ് പറയുകയാണ്. നമ്മൾക്കെല്ലാം അറിയാവുന്ന ഒരാളാണ് പോളിഷ് ഫ്രഞ്ച് സിനിമാ സംവിധായകനും നടനും എഴുത്തുകാരനുമൊക്കെയായ റൊമാൻ പൊളാൻസ്കി. 2002 അദ്ദേഹത്തിൻ്റെ സിനിമയായ ദ പിയാനിസ്റ്റ് ഇറങ്ങുന്നത്. ആ സിനിമയ്ക്ക് 2003 ഏറ്റവും നല്ല നടൻ, ഏറ്റവും നല്ല സംവിധായകൻ, അവലംബിത തിരക്കഥ എന്നിവയ്ക്കുള്ള ഓസ്കാർ ലഭിച്ചു. പക്ഷേ ഈ ഓസ്കാർ വേദിയിൽ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി റൊമാൻ പൊളാൻസ്കിക്ക് എത്താൻ സാധിച്ചില്ല. അങ്ങനെ സാധിക്കാഞ്ഞതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അയാൾക്കെതിരെ ആ സമയത്ത് ഒരു പീഡനക്കേസ് നിലവിലുണ്ടായിരുന്നതുകൊണ്ടും അവിടെ ഓസ്കാർ വേദിയിലെത്തിയാൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വരാതിരുന്നത്. പക്ഷേ അതുകൊണ്ട് റൊമാൻ പൊളാൻസ്കി അത്തരമൊരു കേസിൽ ഉൾപ്പെട്ടതുകൊണ്ട് അയാളുടെ കലാപ്രവർത്തനത്തെ അധിക്ഷേപിച്ചും അയാളുടെ സിനിമകൾ മോശമാണെന്നും ആരെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അയാളുടെ കലാപ്രവർത്തനങ്ങളും അയാളുടെ സിനിമകളും ഒക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ ലോകത്ത് എല്ലായിടത്തുമുണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്ത് നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള അവാർഡ് വേടന് കിട്ടിയപ്പോഴാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലാകെ വേടൻ്റെ പാട്ടുകളെയും എഴുത്തിനെയും വേടനെ തന്നെയാകും വിമർശിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളുടെ ഒരു പെരുമഴ. അതിനെ വിമർശനമെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അത് വിമർശനത്തിൻ്റെ ഏതെങ്കിലും ഗുണനിലവാരം പ്രകടിപ്പിക്കുന്നതല്ല, തികച്ചും അത് വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്കാണ് അത് മാറി സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് സാധാരണ ഒരു വായനാശീലമുള്ള ആളുകൾക്കത് മനസ്സിലാവും. അതെന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, അയാളുടെ എഴുത്തിനെ പറ്റി ഏതെങ്കിലും തരത്തിലൊരു വിശകലനം നടത്തിയിട്ടോ എഴുത്തിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഗുണപരമായ ഒരു വിമർശനം ഉന്നയിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. മറിച്ച് അയാളെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് അപമാനിച്ച് അവരുടെ രോഷം തീർക്കുന്നു എന്നല്ലാതെ അതിനെ വിമർശനമെന്ന വാക്ക് തന്നെ അതിനെ വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. അവരുടെ വാക്കുകളെ ഞാനും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. വേടൻ്റെ എഴുത്തുകളെ, അയാളുടെ എഴുത്തുകൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ എഴുത്താണ്. അതായത് ഈ പുതിയ തലമുറയിൽ നിരവധി എഴുതുന്ന ആളുകളുണ്ട്. ആ എഴുതുന്ന ആളുകളിൽ വെച്ച് ഏറ്റവും നല്ല, അതായത് വളരെ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഗഹനമായ ആഴമുള്ള ആശയങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന വളരെ ചാട്ടുളി പോലുള്ള എഴുത്താണ് വേടൻ്റെ എഴുത്തെന്ന് പറയുന്നത്. അയാളുടെ എഴുത്തിനെ അഭിനന്ദിക്കാതിരിക്കാൻ തരില്ല. കാരണം അയാളുടെ എഴുത്തിൽ അയാളുടെ പ്രതിഭയുടെ സ്പർശമുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിമർശനങ്ങൾക്ക് വേണ്ടിയുള്ള വിമർശനമാകണം. അത് വ്യക്തിപരമായ അധിക്ഷേപങ്ങളുടെ തരത്തിലേക്കാണത് മാറുന്നത്. അയാൾ ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടുക എന്നുള്ളത് അയാളുടെ മാത്രം ബാധ്യതയാണ്. പക്ഷേ അതിൻ്റെ ബാധ്യത മുഴുവൻ അയാളുടെ എഴുത്തുകളിലേക്കും അയാളുടെ കലാപ്രവർത്തനത്തിലേക്കും അടിച്ചേൽപ്പിക്കുക, അയാളുടെ ഇതുവരെയുള്ള കലാജീവിതത്തെ അപ്പാടെ റദ്ദ് ചെയ്ത് കളയുക എന്നുള്ള ഒരു നിലപാടൊട്ടും ശരിയല്ലാത്തത് കൊണ്ടും ഇത്തരമൊരു വിമർശനം പറയാതിരിക്കുന്നതിന് തരവില്ല. തീർച്ചയായിട്ടും അയാളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും എന്നെയും നിങ്ങളെയും കൊണ്ട് ഒരു വാക്കെങ്കിലും അതിനെക്കുറിച്ച് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ എഴുത്തിൻ്റെ കരുത്ത് മാത്രമാണതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. തീർച്ചയായിട്ടും അയാളുടെ എഴുത്തിലെ രാഷ്ട്രീയ ആശയങ്ങൾ, അയാളുടെ എഴുത്തിൻ്റെ കരുത്ത് സ്വാഭാവികമായിട്ടും പലരെയും അതിൻ്റെ വിരുദ്ധ ചേരികളിൽ ആ ആശയങ്ങളുടെ വിരുദ്ധ ആശയങ്ങൾ പേറുന്നവരെ സ്വാഭാവികമായിട്ടും അലട്ടിയിട്ടുണ്ടാവാം. അതുതന്നെയാണ് അയാൾക്കെതിരെയുള്ള ക്യാമ്പില്ലാത്ത ഇത്തരം വിമർശനങ്ങളും അധിക്ഷേപങ്ങളുടെയും കാരണമെന്ന് പറയാതിരിക്കാൻ തരമില്ല.